ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024 വർഷത്തേക്കുള്ള എംഎഡ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഈയിടെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് ഉള്ള സീറ്റ് അലോട്ട്മെന്റുകളുടെ വിവരങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആകെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ എംഎഡ് കോഴ്സ് നടത്തുന്ന 9 സ്ഥാപനങ്ങളാണിത്. ആ സ്ഥാപനങ്ങളും അവയുടെ കാറ്റഗറിയും അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിലുള്ള സീറ്റുകളുടെ എണ്ണവും ഞാനൊന്ന് വിശദീകരിക്കാം. ഒന്നാമതായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അത് യൂണിവേഴ്സിറ്റി നടത്തുന്നതാണ്. അവിടെ 50 സീറ്റാണ് എംഎഡിനുള്ളത്. 2 ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോഴിക്കോട്, അത് ഗവൺമെന്റ് മേഖലയിലാണ്. അവിടെയും 50 സീറ്റാണ് അവിടെയും അലോട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ തൃശൂർ, അത് ഗവൺമെന്റ് മേഖലയിലാണ്. അവിടെയും 50 സീറ്റാണുള്ളത്. 4ാമത് ഫറൂഖ് ട്രെയിനിങ് കോളേജ് ഫറൂഖ്, അത് എയ്ഡഡ് കോളേജാണ്. അവിടെയും 50 സീറ്റാണുള്ളത്. 5ാമത് NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം പാലക്കാട്, അതും എയ്ഡഡ് കോളേജാണ്. അവിടെ 50 സീറ്റാണുള്ളത്. 6ാമത് ദേവകി അമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് ചേലാമ്പ്ര, അത് മലപ്പുറം ജില്ലയിലാണ്. അതും അൺഎയ്ഡഡ് ആണ്. അവിടെ 50 സീറ്റാണ് എംഎഡിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. 7ാമത് ശ്രീ വിവേകാനന്ദ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാലേമാട് എട്ടക്കര, അത് മലപ്പുറം ജില്ലയിലാണ്. അതും അൺഎയ്ഡഡ് ആണ്. അവിടെയും 50 സീറ്റാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. 8ാമത് മഹാജൂബിലി ട്രെയിനിങ് കോളേജ് മുള്ളൂർക്കര, അത് തൃശൂർ ജില്ലയിലാണ്. അതും അൺഎയ്ഡഡ് കോളേജാണ്. അവിടെയും 50 സീറ്റാണുള്ളത്. 9ാമത് MCT ട്രെയിനിങ് കോളേജ് മേൽമുറി മലപ്പുറം ജില്ലയിലെ, അവിടെയും അതും അൺഎയ്ഡഡ് കോളേജാണ്. അവിടെയും 50 സീറ്റാണുള്ളത്. അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റുകളിൽ ഓരോ കാറ്റഗറിക്കുള്ള റിസർവേഷന്റെ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.